ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങിയതായി സൂചനകൾ വരുന്നുണ്ട്. ചാലക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ കവങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് ഈ പുലിയെ കണ്ടത്. സിജു കണ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിജു, നിലവിൽ പ്രദേശവാസികളൊക്കെയും തടിച്ചുകൂടിയിട്ടുണ്ട്. ജനവാസ മേഖലയാണോ? പതിവായി ഇത്തരം പ്രശ്നങ്ങൾ ഉള്ള സ്ഥലമാണോ? കാവ്യ, കാസർഗോഡ് കൊളത്തൂരിൽ ജനവാസ മേഖലയിലാണ് ഒരു തുരങ്കത്തിനകത്ത് പുലി കുടുങ്ങിയതായി കണ്ടെത്തിയിരിക്കുന്നത്. കൊളത്തൂർ ചാളക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിന് സമീപം വെള്ളം ഒഴുകി വരുന്ന മഴക്കാലത്ത് വെള്ളം ഒഴുകി വരുന്ന ചെറിയ പാറമടയാണ്. അതിനകത്തുള്ളൊരു ചെറിയ തുരങ്കത്തിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയതായി കണ്ടെത്തിയത്. വൈകുന്നേരം കൃഷ്ണന്റെ മകൾ ഈ അനുപമ തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ പോയപ്പോഴാണ് ശബ്ദം കേട്ടത്. അതിനുശേഷം ഈ തുരങ്കത്തിലേക്ക് നോക്കുമ്പോൾ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു. സംഭവം പറഞ്ഞ് നാട്ടുകാർ ഇവിടെ വലിയ തോതിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. DFO അഷറഫ്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി നാട്ടുകാരുമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. വലിയ തോതിൽ ആളുകൾ സ്ഥലത്തെത്തി. നേരത്തെ തന്നെ ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ നായകൾ അപ്രത്യക്ഷമായിരുന്നു. അത് പുലി പിടിച്ചതാണ് എന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് കഴിയുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ മേഖലയിൽ വലിയ തോതിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിരീകരിക്കുന്നു. ഈ പാറമടക്കകത്ത് പുലിയുടെ സാന്നിധ്യം ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അതിനെ എങ്ങനെ പുറത്തെത്തിക്കാം, അതിനെ പിടികൂടാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിന് നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മയക്കുപിടി വെക്കണമെങ്കിൽ അതിനുള്ള അനുമതി പ്രത്യേകം എടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും നാട്ടുകാർ വലിയ തോതിൽ ആ പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. രാത്രി സമയമായതിനാൽ ഈ പ്രദേശത്ത് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ കവുങ്ങിൻ തോട്ടത്തിൻ്റെ തൊട്ടിപ്പുറത്തായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആളുകളെ നിലവിൽ ഇപ്പോൾ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഏതായാലും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥലത്തുണ്ട്, DFO സ്ഥലത്തുണ്ട്. അദ്ദേഹമാണ് നാട്ടുകാരുമായി കാര്യങ്ങൾ വിശദീകരിച്ചത്. സാർ, ഇത് നമ്മുടെ ഒരു ഗൈഡ്ലൈൻസ് പ്രകാരം അങ്ങനെ ഒരു ഇതിൻ്റെ എക്സ്പേർട്ട് കമ്മിറ്റി ആളുകൾ വരണം, ഡോക്ടേഴ്സ് വന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല, എന്താണ് കുരുക്കാന്ന് അറിയില്ല. അപ്പോൾ ഡോക്ടേഴ്സും അതിനുള്ള സംവിധാനം വന്നതിന് ശേഷം മറ്റു നടപടി നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പുലിയാണെന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ശരി. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ, ബേഡകം പഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ ആശങ്കകൾ പരിഗണിച്ച് സ്ഥലത്തെത്തി കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു. DFOയും നമ്മുടെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ജില്ലാ കളക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. നേരത്തെ തന്നെ പുലിയുടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. യെസ്, കാരണം വീടുകളിൽ നിന്നടക്കമാണ് പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിരന്തരം ഇത് എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നവർ കാണുന്നു. അപ്പോൾ വലിയ ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. തീർത്തും ജനവാസ മേഖലയിലാണ്, നമുക്ക് ഫോറസ്റ്റ് ഏരിയ ഇല്ല. തീർത്തും ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ പുലിയെ കാണുന്നുള്ളത്. എങ്ങനെയാണ് കണ്ടത്? തുരങ്കമാണോ? അത് എന്താണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം? ഒരു മഴവെള്ളമൊക്കെ, നല്ല മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളം ഇങ്ങനെ പോകുന്ന ഒരു ചെറിയ പാറമട പോലെയുള്ള ഒരു സംഭവമാണ്. അതിന് പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കണം. എന്തെങ്കിലും കുടുക്കലോ അങ്ങനെ എന്തെങ്കിലും? അവിടെ അതിനകത്ത് കയറിയിട്ട് അവിടെ ഒരു കല്ല് വെച്ച് അടച്ചിട്ടുണ്ട് ഇപ്പം നാട്ടുകാർ തന്നെ. ഓക്കെ, വേറെ ഒന്നുമില്ല, ഒരു കുഴിയാണ്, ഒരു പാറമട പോലെയുള്ള ഒരു സംഭവമാണ്. ഉണ്ട്. എപ്പം അവർ DFOയും എല്ലാവരും ഇടപെട്ട് വലയും കൂടെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ രാത്രി സമയമാണ്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് അവർക്കും ഒരുപാട് പരിമിതികളുണ്ട്. ഈ രാത്രി സമയത്ത് മറ്റു നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഇടപെട്ടിട്ടുണ്ട്? ജില്ലാ കളക്ടർ, നമ്മുടെ ബഹുമാനപ്പെട്ട MLA, അതുപോലെ തന്നെ DFO ഒക്കെ ഇടപെട്ടിട്ട് ഇപ്പം വയനാട് നിന്നുള്ള ടീം ഇവിടെ വരുന്നുണ്ട്, ഇടപെടുന്നുണ്ട് സർ. രാത്രിയാണെങ്കിൽ ആ പരിമിതിക്കുള്ളിലും അവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത്? വയനാട്, കണ്ണൂരിൽ നിന്ന് മയക്കുവെടി വെക്കാനുള്ള ടീം ഇവിടേക്ക് വരുന്നുണ്ടെന്നാണ് DFO റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കളക്ടർ വിളിച്ചു, MLA വിളിച്ചു, എല്ലാവരും വിളിച്ച് വേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ആവും, പക്ഷെ ഇനിയും ഉണ്ടോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട്. കാവ്യ, ബേഡകം പഞ്ചായത്ത് പ്രസിഡന്റ് ധന്യയാണ് സംസാരിച്ചത്. നാട്ടുകാർ വലിയ തോതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നായകൾ ഈ പ്രദേശത്ത് നിന്ന് അപ്രത്യക്ഷമായിരുന്നു. അത് പുലി പിടിച്ചതാണ് എന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത്. അതോടൊപ്പം ഈ തുരങ്കത്തിനകത്തുള്ളത് പുലിയാണെന്ന് തന്നെ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേക അനുമതി ഉൾപ്പെടെ ആവശ്യമാണ്. മയക്കുപിടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. ഏതായാലും രാത്രി സമയമാണ്. നമുക്കറിയാം ഈ സമയത്ത് ഈ പ്രദേശവാസികൾ ആ തുരങ്കം കല്ലുവെച്ച് അടച്ചിരിക്കുകയാണ്.
തന്നെയാണോ സാധ്യമായ സിജു? എല്ലാ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വളരെ ചെറിയൊരു ഓപ്പണിംഗ് ആണ് പുറത്തേക്ക് ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന നിലയിലേക്ക് പുലി എത്താതിരിക്കാനുള്ള നാട്ടുകാർ തന്നെ ചെയ്ത ഒരു സംവിധാനമാണോ അത്? കാവ്യ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൃഷ്ണന്റെ മകൾ അനുപമയാണ് ഈ കവുങ്ങിൻ തോട്ടത്തിലേക്ക് വെള്ളമൊഴിക്കാൻ പോയ സമയത്ത് ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഒരു ശബ്ദം കേട്ട് ഈ പാറമടക്കകത്ത് പരിശോധന നടത്തുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ സ്ഥലത്തെത്തി ഈ ചെറിയ ഭാഗം, പുലിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന ആ ഭാഗം കല്ല് വെച്ച് അടച്ചിട്ടുണ്ട്. അത് പുറത്തിറങ്ങാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ആ രീതിയിൽ നടപടികൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. കൃത്യമായി മറ്റ് നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അനുമതി ആവശ്യമാണ്. വളരെ പെട്ടെന്നൊരു നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല. അത്തരം പരിമിതികൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുകൊണ്ട്. എങ്കിലും ഇരിട്ടി, അതോടൊപ്പം തന്നെ വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് RRT സംഘവും അതോടൊപ്പം ഈ മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധ സംഘവും എല്ലാം തന്നെ രാത്രി തന്നെ ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരുടെ ആശങ്ക പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോകുന്നത്. ജനപ്രതിനിധികൾ സ്ഥലത്തുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. രാത്രി തന്നെ ഈ സംഘം, വിദഗ്ധ സംഘം ഇവിടെ എത്തും. അതിനുശേഷം ഈ രാത്രി എന്ത് ചെയ്യാൻ കഴിയും, അതിന് സാധ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. പിന്നീട് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, രാത്രി ഈ ഓപ്പറേഷൻ തുടരാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ രാവിലെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് എന്തായാലും അറിയിച്ചിരിക്കുന്നത്. നാട്ടുകാർ വലിയ ആശങ്ക പറയുന്നുണ്ട്. കാരണം അവർക്ക് ജനവാസ മേഖലകളിൽ വലിയ ബുദ്ധിമുട്ട് ഇവർ നേരിടുന്നുണ്ട്. പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്ന സ്ഥലമാണ്. നായകൾ അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് നാട്ടുകാരും നേരിടുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് അടിയന്തര നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. DFO സ്ഥലത്തെത്തിയിരുന്നു. കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചുകൊണ്ട് മുകളിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാവ്യ. ശരി സിജു കണ്ണൻ, യെസ്, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിജു, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാട്ടുകാർ ഇപ്പോൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന താൽക്കാലികമായൊരു സുരക്ഷാ സംവിധാനം മാത്രമാണത്. ദൃശ്യങ്ങളിൽ പക്ഷേ നിരവധി ആളുകളെ കാണാം. അവിടേക്ക് ഇനി ഉദ്യോഗസ്ഥരൊക്കെ എത്തേണ്ടിയിരിക്കുന്നു. അതിനൊരു സമയം മാത്രമേ ആയിട്ടുള്ളൂ. ആളുകൾ അത്രയും അവിടെ എത്തി നിൽക്കുന്നതിലൊരു വലിയ പ്രശ്നമുണ്ടല്ലോ. ഈ പഞ്ചായത്ത് അധികൃതരും ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെയും ഇടപെട്ട ആളുകളെ മാറ്റാനുള്ളൊരു ക്രമീകരണമുണ്ടോ? കാവ്യ, ഈ പ്രദേശത്ത് അതിനടുത്തേക്ക് ഈ പുലിയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് ആളുകൾ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വലിയ സുരക്ഷ ആവശ്യമാണ്. നേരത്തെ ഞാൻ കാവ്യയോട് സൂചിപ്പിച്ചിരുന്നു, അതായത് നാട്ടുകാർ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഈ പുലി പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ആ ഭാഗത്ത് കല്ല് വെച്ച് ഈ തുരങ്കത്തിന് ചെറിയ ഭാഗം അടച്ച നിലയിലാണ് ഉള്ളത്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തുണ്ട്. അവർ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ആ പ്രദേശത്തേക്ക് നാട്ടുകാർ പോകുന്നത് തടയുന്നതിന് വേണ്ടി പ്രത്യേകം വടം കെട്ടി അവിടെ വേർതിരിച്ചിട്ടുണ്ട്. എല്ലാവരും ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരോട് അങ്ങനെ ഒരു അഭ്യർത്ഥനയാണ് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി. പക്ഷേ അതിനകത്ത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തുണ്ട്. അവർ കൃത്യമായി കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടുണ്ട്. ഇരിട്ടിയിൽ നിന്നും വയനാട്ടിൽ നിന്നും സംഘമെത്തും. മയക്കുവെടി വെക്കുന്നതിനടക്കം സൗകര്യമുള്ള വിദഗ്ധ സംഘമെത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കൊളത്തൂരിലെ കൃഷ്ണൻ എന്ന് പറയുന്നയാളുടെ കവുങ്ങിൻ തോട്ടത്തിലാണ് ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ മകൾ അനുപമ വൈകുന്നേരം 5:30 തോട്ടത്തിലെത്തി കവുങ്ങിന് വെള്ളം അടിക്കാൻ പോയ സമയത്താണ് ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ശബ്ദം കേട്ട് നോക്കുമ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു പാറമടയാണ്, ചെറിയൊരു തുരങ്കം പോലുള്ള ഒരു പാറമടയാണ്. അതിനകത്താണ് ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഏതായാലും നാട്ടുകാർ വലിയ രീതിയിലുള്ള ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. ജനവാസ മേഖലയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഇതിന് തൊട്ടടുത്ത് ഈ സ്ഥലത്ത് വീട്ടിലേക്ക് ചെറിയ ദൂരം മാത്രമാണുള്ളത്. ഒരു 10-200 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഇവർ സാധാരണ നിലയിൽ അവിടെ പോയി ഈ വേനൽക്കാലം ആവുകയാണ്. അതുകൊണ്ട് തന്നെ കവുങ്ങിന് വെള്ളമടിക്കുന്നതിനുൾപ്പെടെ ആളുകൾ അവിടെ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തുടരുക. എന്തായാലും ഇപ്പോൾ ജനങ്ങളുടെ ആശങ്ക താൽക്കാലികമായി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസിന്റെയും വനംവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അടക്കമുള്ളവർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.